ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. പുഷ്പ 2 റെക്കോർഡുകൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഒരു വീഡിയോ അല്ല, 1000 വീഡിയോ ചെയ്താലും തീരില്ല. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അല്ലു അർജുൻ ഫാൻസ് അടിച്ച് കയറി വാ എന്ന് തന്നെ പറയാം. അങ്ങനെ പുഷ്പ 2 ബുക്ക് മൈ ഷോ റെക്കോർഡുകളിലേക്ക് കടക്കുകയാണെങ്കിൽ മണിക്കൂറിൽ 100K ടിക്കറ്റ്, അതായത് 1,00,000 ടിക്കറ്റുകളാണ് വിറ്റ് പോകുന്നത് എന്നുള്ളതാണ്. അത് ഒരു ദിവസമല്ല, 3 ദിവസമായി തുടർച്ചയായി 1, 2, 3 ദിനങ്ങളിലും അങ്ങനെ. ഒരു മണിക്കൂറിൽ മാത്രമല്ല, അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ 6, 7 ഓരോ മണിക്കൂറിലും ചില സമയങ്ങളിൽ 99.8 അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ ഇടുന്നുമുണ്ട്. എന്താണെങ്കിലും അമ്മാതിരി ഒരു കൊലത്തൂക്ക് തന്നെയാണ് ഈ സിനിമയുടെ ടിക്കറ്റ് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റ് പോകുന്നതെന്ന് പറയാം. അതിനകത്തിൽ അവർ തന്നെ പുറത്ത് വിട്ടിരിക്കുന്ന ഒരു കമൻറ്റ് നമുക്ക് കാണാം. നോ ഫിലിം എവർ crossed 100K sales on Book My Show even for one day, but Pushpa 2 did it for 3 days already and it's set to be do it for സൺഡേ ഓൾസോ 4th ഡേ എന്നാണ് പറയുന്നത്. അതായത് ഞായറാഴ്ച നാളെ 100 ആയിരിക്കില്ല. അവർ പറയുന്നത് 100 ആണെങ്കിൽ നമ്മൾ പറയുന്നത് 100 അല്ല, 150Kക്ക് മുകളിൽ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു മണിക്കൂറിൽ എത്തും എന്നുള്ളത് ഉറപ്പിക്കാം. കാരണം അത്രത്തോളം തിരക്കാണ് ഈ സിനിമയ്ക്ക് വേണ്ടി. തമിഴ്നാട് മുതൽ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ചുവന്ന് തുടത്ത് കിടക്കുന്ന ബുക്ക് മൈ ഷോ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ. ഇന്ന് സിനിമ കൊടൂരമായിട്ടുള്ള ബുക്കിംഗ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആദ്യ ദിനം 294 കോടിയാണ് ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് തീർച്ചയായിട്ടും 250 കോടിക്ക് മുകളിലേക്കായിരിക്കാം വരുന്നത്. താഴേക്കല്ല, മുകളിലേക്കായിരിക്കും എന്നുള്ളത് ഉറപ്പിക്കാമെന്ന് തന്നെ പറയാം. കേരളത്തിൽ മാത്രമാണ് സിനിമയ്ക്ക് ഒരു ഇടിവ് നമുക്ക് ഇവിടെ കാണാനുള്ളത്. നമുക്കറിയാം, നമ്മളുടെ ഓരോരുത്തരുടെയും വ്യൂ ഡിഫറൻ്റ് ആണ്. കേരളത്തിൽ നമ്മൾ കൊടുക്കുന്ന കാശിൻ്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു എന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇല്ല എന്നും പറയുന്നു. അത് കമൻസിലൂടെ വന്ന കാര്യമാണ് പറയുന്നത്. കറക്റ്റ് തന്നെയാണ്. അപ്പോൾ മലയാളികളായ ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, അവരത് പറയുന്നു എന്നുള്ളതാലും അവർ സിനിമ പോയി കണ്ടിരുന്നു എന്നുള്ളതാണ്. എന്നിരുന്നാലും എടുത്തു പറയാം, ഹിന്ദി ബെൽറ്റിലേക്കൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ആദ്യ ദിനം 72 കോടിയാണെങ്കിൽ രണ്ടാം ദിനം നേടിയത് 59 കോടിയാണ് സിനിമ നേടിയത്. അതായത് 2 ദിവസം കൊണ്ട് ഹിന്ദിയിൽ നിന്ന് മാത്രം സിനിമ നേടിയത് 131. അതായത് നോർത്ത് സൈഡിൽ പോയി ഡൊമിനേഷൻ, പൂർണ്ണമായിട്ടുള്ള ഒരു ഡൊമിനേഷനാണ് പുഷ്പയിലൂടെ സൗത്ത് ഇന്ത്യൻ സിനിമ കാണിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. അതായത് ആദ്യ 2 ദിവസം കൊണ്ട് 450, 500 കോടി ആ റേഞ്ചിലാണ് സിനിമ കളക്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ മൂന്നാം ദിവസമാകുമ്പോഴത്തേക്ക് ഞെട്ടിപ്പിക്കും. അതായത് 750 കോടിക്ക് മുകളിലായിരിക്കും ആദ്യം 3 ദിവസത്തെ സിനിമയുടെ കളക്ഷൻ എന്നുള്ളതാണ്. അതായത് ഇവിടെ ഒരു ഇന്ത്യൻ സിനിമ 1000 കോടി അടിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഞെട്ടലായിരുന്നുവെങ്കിൽ ഷാരൂഖ് ഖാൻ്റെ 1-2 സിനിമകൾ അടുപ്പിച്ച് അങ്ങനെ കടന്നപ്പോൾ അതൊരു വലിയ സംഭവമായിരുന്നു. പക്ഷേ ഇവിടെ തെലുങ്കിൽ നിന്ന് ഒരു സിനിമ പോയി, അല്ലെങ്കിൽ RRR കഴിഞ്ഞിട്ട് മറ്റൊരു സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെയൊക്കെ മുകളിലേക്കാണ് പോകുന്നത്. ഇതൊരു 1000 അല്ല, 1500, 2000 കോടിയിലേക്ക് പോകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ സ്ഥലങ്ങളിൽ നിന്ന് 100 കോടിക്ക് അടുത്ത് തന്നെയാണ് സിനിമയുടെ കളക്ഷൻ വരുന്നത്. ഒരു പക്ഷേ ഇന്ന് അതായത് ഔട്ട് ഓഫ് ഇന്ത്യ വരാൻ പോകുന്നത് ഒരു പക്ഷേ 100-120 കോടിക്ക് മുകളിലായിരിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും നിങ്ങൾ ആരൊക്കെയാണ് സിനിമ കേരളത്തിൽ നിന്ന് കാണുന്നത് ഒന്ന് കമൻസിലൂടെ പറയാം. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? ടൈം തന്നെയാണ് നമ്മളിൽ ഭൂരിഭാഗം, അല്ലെങ്കിൽ 99% ആളുകളും പറയുന്നത്. അതായത് 3 മണിക്കൂറിന് മുകളിലുള്ള ആ ഒരു ദൈർഘ്യം തന്നെയാണ് മിക്കവർക്കും ഇഷ്ടപ്പെടാത്തത്. പിന്നെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു, അത് തന്നെ. അതെല്ലാം മാറ്റി വെച്ച് പോകുന്നവർ ഇന്ന് പറയുന്നു, അല്ലെങ്കിൽ മോശം അഭിപ്രായം കണ്ടിട്ട് പോകുന്നവർ പറയുന്നു പടം കൊള്ളാം എന്ന് പറയുന്നു. ഒപ്പം ക്ലൈമാക്സിലെ ചെറിയ കല്ലുകടികൾ എല്ലാവരും പറയുന്ന കാര്യമാണ്. അതൊക്കെ നടക്കുമ്പോഴും ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു, ഇതിൻ്റെ ബിസിനസ് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെയൊക്കെ മുകളിലാണ്. ഇനിയും വർഷങ്ങൾ കഴിയുമ്പോൾ മലയാളത്തിലും ഇതേപോലെയൊക്കെയുള്ള സിനിമകൾ ഉണ്ടാകും, അങ്ങനെ വരട്ടെ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം. ഗ്രേറ്റ് മീഡിയാസ്.